ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല. അവരുടെ ബസ്സിലുണ്ടായ പൂർത്തീകരിച്ചോട്ടെ, ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തലച്ചോറ് ഫെമിനിസത്തിന് കൊടുത്താൽ ഇതാണ് പ്രശ്നം. അങ്ങനെ വിശ്വസിക്കുന്നതല്ല. നമ്മൾക്ക് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് നമുക്ക് പറയട്ടെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ബയാസ്ഡ് അല്ലാത്ത ഒരാള് നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ 50-50 ചാൻസ് ആണ്. ഇപ്പം എന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പരാതി എടുക്കാൻ പോയപ്പോഴും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെങ്ങനെയാണ് നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത്, അപ്പം നിങ്ങൾ തലച്ചോറ് പണയം വെച്ചെന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ആ പെൺകുട്ടിക്കോ അധിക്ഷേപിച്ചായിട്ട് ചിന്തിക്കണ്ട, അതൊരു എനിക്ക് കുഴപ്പമില്ല. എന്റെ തലച്ചോറ് പണയം വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ തലച്ചോറ് ഫെമിനിസ്റ്റ് ഞാനതൊരു ക്രെഡിറ്റ് ആയിട്ടും ഞാനതൊരു ഒരു ബോണസ് ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്തോളും. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, കേരളത്തിലെ 90% വ്യക്തികളും, ഞാൻ 85 അല്ല, ഞാൻ പറഞ്ഞത് 95%. ഫെമിനിസ്റ്റുകളെ മാറ്റി നിർത്തിയാൽ, ഞാൻ സർവേ ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലെ റിയൽ ആയിട്ടുള്ള, അതായത് മുഖം വികൃതമാക്കി മറ്റ് ഫേക്ക് അക്കൗണ്ടുകൾക്ക് എഴുതിയിടുന്നവരുടെ കാര്യമല്ല പറയുന്നത്, അല്ലാതെ മാന്യമാര് അല്ല പിന്നെ തെറി വിളിക്കുന്നവന്മാര്, എന്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ താഴെ കൊണ്ട് എഴുതുന്ന സുഡാപ്പി, അതുപോലെ മദ്രസ പൊട്ടൻ, അതുപോലെ ഞാൻ ഇന്ന് വരെ ഒരു അപരമത വിദ്വേഷം എൻ്റെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ഞാൻ ഏത്തിസം വേഴ്സസ് ദൈവവിശ്വാസം എന്ന രീതി വരുമ്പോൾ ഞാനൊരു മതവിശ്വാസം എന്ന രീതിയിൽ എൻ്റെ മതത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ ഞാൻ മറ്റൊരു മതത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ മറ്റൊരു മതത്തിനെ ചെറുതാക്കി കാണിക്കാനോ ഇന്ന് വരെ ഞാൻ മെനക്കെട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ്? അതുപോലെ ഞാൻ BJP വിരുദ്ധത പറയുന്നതുകൊണ്ട് എന്നെ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ നേരിടാൻ ശേഷിയും കരുത്തും അതിനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാവുള്ളൂ. എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അത്തരത്തിൽ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇടാൻ ആളുണ്ടാവുമെന്ന് കരുതുക. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടിട്ട് 90% മലയാളികൾ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 90% മലയാളികളും ഷിംജിതയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇല്ലായിരിക്കുമോ? അപ്പൊ നിങ്ങളുടെ കുറച്ചു പേരുടെ മൈൻഡിൽ മാത്രം എന്തുകൊണ്ട് അത് ഷിംജിത വലിയ എന്തോ സൽക്കർമ്മം ചെയ്തായിട്ട് തോന്നുന്നു? ദീപക്കിനുള്ള ജീവനാണ് പോയത്. നീ അവിടെ കടന്ന് ഇവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ നീ വലിയ രോഷം കൊണ്ടൊന്നും ദീപക്കിനുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, നിന്റെ ചാനലിന് റീച്ച് കിട്ടണം, അതുകൊണ്ടാണ് ഇത് വെച്ച് എല്ലാവരും മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നീ പറഞ്ഞു നീ സുഡാപ്പി അല്ല ഇതൊക്കെയാണ്, ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ അല്ല നമ്മുടെ ഈ സൈബർ സ്പേസിൽ കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത്. സമൂഹത്തിന്റെ നമ്മൾ ടോട്ടലായിട്ട് സമൂഹം എടുത്ത് നോക്കുവാണെങ്കിൽ സമൂഹത്തിന് പല പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതാണ് സത്യം എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എനിക്കിനി സൈബർ സ്പേസിൽ അതിക്രമം നേരിടുന്ന എന്താ ഇങ്ങനെ ശ്രീലക്ഷ്മി പറയുന്നത്? സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടൊരു വീഡിയോയിലെ കാര്യം ഞാൻ പറയുന്നത്, അതിനകത്ത് നോക്കി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല, അങ്ങോട്ട് പോയി മുട്ടിയിട്ട് പിന്നീട് പുള്ളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ 90% ആൾക്കാർക്കും അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് 90% വെളിവാണോ അതോ ശ്രീലക്ഷ്മിയെ പോലെ ഒരു 10% വെളിവിനാണോ ജനങ്ങൾ അംഗീകരിക്കേണ്ടത്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഭൂരിഭാഗം പറയുന്നത് അതിപ്പോ നമുക്ക് ഇന്റലക്ച്വൽ IQ ടെസ്റ്റ് ഒന്നും എടുത്ത് നോക്കാൻ വേണ്ടി പറ്റില്ല. 90% ആൾക്കാർ പറയുന്നത് ഇല്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ല. മെജോറിറ്റിയുടെ ഒപ്പീനിയൻ സത്യമാവണമെന്നില്ല. ഉമ്മൻചാണ്ടിയുടെ വിഷയം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഉമ്മൻചാണ്ടിയുടെ വിഷയം, ഉമ്മൻചാണ്ടിയുടെ ആ സമയത്ത് സരിതയുടെ കേസ് പൊങ്ങി വരുന്ന ആ സമയത്ത് ഉമ്മൻചാണ്ടി എല്ലാവരും കുറ്റക്കാരായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ പിന്നീട് കാലക്രമേണ നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞല്ലോ. അതുപോലെ ഇപ്പൊ ഷിംജിതിനെ എല്ലാവരും കുറ്റക്കാരായി കാണുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഷിംജിതിനെ അനുവദിച്ചില്ല. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ ഒരു വീഡിയോ ഇല്ലായിരുന്നു സുഹൃത്തെ. ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ വീഡിയോയിൽ കൃത്യമായിട്ട് വൈറലാകാൻ ചെയ്തതാണ് നമ്മൾ ദൃശ്യം കാണുകയാണ് നേരിട്ടിരുന്നത്. 90% ആൾക്കാർ വിശ്വസിച്ചു. പക്ഷെ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം കയ്യിലുണ്ടാവും. നമുക്കത് അതൊരു സൊസൈറ്റിക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബാക്കി ജനങ്ങൾ പറയട്ടെ. നമുക്ക് ആ വിഷയത്തിൽ തന്നെ നമ്മൾ ഉരുണ്ട് കിടന്നാൽ ഇത് ചുമ്മാ അങ്ങനെ സംസാരിക്കാൻ